ഒരു ഫിനിഷിംഗ് കിട്ടുന്നില്ലല്ലോ. വേറെ വരച്ചു നോക്കാം. എന്ത് പറ്റി എന്റെ ഋതുമോക്ക്? എന്താ ഒരു ടെൻഷൻ? രാജു, ഞാൻ നമ്മുടെ പാർട്ടിയുടെ സിമ്പിൾ ഡിസൈൻ ചെയ്യാം. എത്ര വരച്ചിട്ടും എനിക്കങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഇതിനെന്താ കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. രാധമ്മയാണല്ലോ. രാധമ്മേ, ഓളെ, രാധമ്മയ്ക്ക് എന്തോ ടെൻഷനുണ്ട്, എന്തോ പ്രശ്നമുള്ളതുപോലെ. ചോദിക്കേ. എന്താ രാധമ്മേ? എന്താ ഒരു ടെൻഷൻ പോലെ? ഞാൻ സ്പീക്കറിലിടാം. ഓളെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം രാധമ്മേ? ടെൻഷനാക്കാതെ പറയേ. അയൽക്കൂടത്തിന്റെ മീറ്റിംഗിന് വന്നപ്പോ ആ രുക്മിണി എന്തോ ഇവിടെ കുഴിച്ചിട്ടു. ഹരീഷ് വന്ന് വഴക്കുണ്ടാക്കുമെന്ന് എന്റെ പേടി. ഹരീഷും രതീഷും ഒന്നും അല്ല പ്രശ്നം. രുക്മിണിക്ക് പലിശ പിരിക്കുന്ന ഗുണ്ടകളുണ്ട്. അവൾ അവന്മാരെ ഇറക്കും. അതില് ചൂണ്ട റഷീദെന്നും പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ പ്രിയയുടെ പെടലിക്ക് ചൂണ്ടയിടുവെന്നാ എന്റെ പേടി. രാധമ്മേ, ആ രുക്മിണി വീട്ടിൽ കയറി വൃത്തികേട് കാണിച്ചിട്ടാ പ്രിയ ചേച്ചി അടിച്ചത്. പ്രിയേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഉറപ്പായി അവരടിക്കും. ടെൻഷൻ ആവാത്ത രാധമ്മേ, ഒന്നും ഉണ്ടാവില്ല. ഇന്നിനി എന്തായാലും രാത്രി അവൻ വരില്ല. അഥവാ അവൻ വന്ന പ്രിയച്ചോട് അപ്പ തന്നെ ഞങ്ങളെ വിളിക്കാൻ പറയണം. ശരി മോളെ. അമ്മ ടെൻഷൻ അടിക്കാണ്ടിരിക്കെ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. രാത്രി അവൻ എങ്ങാനും വന്ന ഉടനെ എന്നെ വിളിക്കണം. ഇതവ എവിടെ പോയി കിടക്കുന്നത്? കുറെ നേരം ആയല്ലോ. അവൻ വരുമ്പോഴേ കൊളുത്തി കൊടുക്കണം. പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ അവക്ക് രണ്ടാട്ടി. ഒരു പെങ്കോന്തനാ. ഞാൻ പറയുന്നതൊന്നും അവൻ വിശ്വസിക്കൂല. ഭാര്യ പറയുന്നതാ വേദവാക്യം.